ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ മാസം 25-ാം തീയതി, അതായത് മെയ് മാസം 25-ാം തീയതിയോടുകൂടി ആഭ്യന്തര വിമാന സർവീസ് വീണ്ടും ആരംഭിക്കുകയാണ്. അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് സർവീസ് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. ആഭ്യന്തര വിമാന സർവീസുകൾ ഈ മാസം, അതായത് മെയ് മാസം 25-ാം തീയതിയോട് കൂടിയാണ് ആരംഭിക്കുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ജൂൺ മാസം പകുതിയോടുകൂടി ആരംഭിക്കുമെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ ലോക്ക്ഡൗൺ കാരണം കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാട്ടിലേക്ക് എങ്ങനെ ഫ്ലൈറ്റ് വഴി എത്താം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് അതിനുള്ള പാസ് എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ലോക്ക്ഡൗൺ കാരണം അന്യ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ട്രെയിൻ സർവീസ് മുഖേന കേരളത്തിലേക്ക് എത്താൻ 2 സർവീസുകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും. ഡൽഹി ടു ട്രിവാൻഡ്രം ആൻഡ് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം. അതിനുവേണ്ടി അഡ്വാൻസ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക്, അതായത് അഡ്വാൻസ് ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ നിന്നും കാണാവുന്നതാണ്. നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാസ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. അത് കാറിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ ബസ്സിലോ ഏത് മാർഗം തന്നെയായാലും പാസ് എടുക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. നിങ്ങൾ ഫ്ലൈറ്റിലാണ് നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. നമ്മൾ പാസ് എടുക്കേണ്ട സൈറ്റ് COVID-19 ജാഗ്രതാ പോർട്ടലിലൂടെയാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലൈറ്റ് വഴി എങ്ങനെ നാട്ടിലെത്താൻ അപേക്ഷിക്കാം എന്ന് നോക്കാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്തുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഡൊമസ്റ്റിക് എൻട്രി പെർമിറ്റ്. ഇതിൽ എഴുതിയിട്ടുണ്ട്, ട്രെയിൻ ആൻഡ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് റിസർവേഷൻ ഓപ്ഷൻ ഈസ് അവൈലബിൾ ഓൺലി ഇൻ ന്യൂ രജിസ്ട്രേഷൻ. ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ പുതിയതായി രജിസ്ട്രേഷൻ നടത്തണം. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് ഇത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ഇൻ COVID-19 ജാഗ്രത എന്നീ റെഡ് കളറിൽ ചുവപ്പ് നിറത്തിൽ എഴുതിയിരിക്കുന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വരുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഇതിൽ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യണം. മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്ച വരും. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഏതാണോ വന്നത് അത് ശരിക്ക് കൃത്യമായി അതിൽ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒരു OTP കിട്ടിയിട്ടുണ്ടാകും. ആ OTP വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാൻ. മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ശേഷം നമുക്ക് വരുന്നൊരു ഇൻ്റർഫേസ് ഇതാണ്. ഈ പേജിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കണം. കൂടാതെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ നിന്നും കിട്ടുന്ന കുറച്ച് ഡീറ്റെയിൽസും കൂടി ഇതിൽ അപേക്ഷിക്കാൻ ആവശ്യമാണ്. ഇതിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ID നമ്പർ, ഫ്രം അഡ്രസ് കേരള, പിൻകോഡ്, ദെൻ സെലക്ട് വെഹിക്കിൾ ടൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഇതിലെല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, ട്രെയിൻ, ഷിപ്പ്, കാർ എക്സെട്ര. പക്ഷേ നമുക്ക് ഇതിൽ ഫ്ലൈറ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ റീസൺ ഫോർ റിട്ടേണിൽ ഏതാണ് നമ്മുടെ ശരിക്കുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതിൽ കുറേ റീസൺസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് അതർ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം. ദെൻ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് യെസ് ഓർ നോ. ഇതിൽ കൃത്യമായി തന്നെ നമ്മൾ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ദെൻ ബോർഡിംഗ് ഡേറ്റ് ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമാണ്, ഡേറ്റ് ആണ്. അത് നമ്മുടെ ടിക്കറ്റിൽ ഉണ്ടാകും. അത് ശരിക്ക് നോക്കി ഇതിൽ ടൈപ്പ് ചെയ്യാം. ദെൻ ബോർഡിംഗ് എയർപോർട്ടിൽ മിക്കവാറും എല്ലാ എയർപോർട്ടുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ എങ്ങാനും വരുന്ന ആളാണെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള എയർപോർട്ട്, നമ്മൾ എവിടെ നിന്നാണ് ബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ എയർപോർട്ട്. ഇപ്പോൾ ഞാനിവിടെ ബാംഗ്ലൂർ എന്ന് എടുക്കുകയാണ്. ദെൻ ഫ്ലൈറ്റ് കമ്പനി, നമ്മൾ ഏത് ഫ്ലൈറ്റ് കമ്പനിയുടെ ഫ്ലൈറ്റാണ് ടിക്കറ്റ് എടുത്തതെന്ന് അതൊക്കെ ആ ടിക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ അത് കൃത്യമായി ഇതിൽ ടൈപ്പ് ചെയ്യുക. ദെൻ നമ്മൾ ഫ്ലൈറ്റ് കമ്പനി സെലക്ട് ചെയ്ത്
കമ്പനിയുടെ എല്ലാ ഫ്ലൈറ്റുകളും ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഏത് ഫ്ലൈറ്റ് ആണെന്ന് നോക്കി, ശരിക്കും ആ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടാകും, അത് നോക്കി നമ്മളിത് ഫില്ല് ചെയ്യാം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഫെലോ ട്രാവലർ. നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചായിരിക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെയും കൂടി ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെയും കൂടിയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരുമിച്ചാണ് എടുത്തിട്ടില്ലെങ്കിൽ മറക്കാതെ അവരെയും കൂടിയും ഈ പാസിൽ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിർബന്ധമായും ചെയ്യുക, അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ. ദെൻ അടുത്തതായി ഫിൽ ചെയ്യേണ്ടത് സെലക്ട് കമ്മിങ് സ്റ്റേറ്റ് ഫ്രോം, സ്റ്റേറ്റ് ഏതാണ്, ഡിസ്ട്രിക്റ്റ് ഏതാണ്, ദെൻ ഡിപ്പാർട്ടിംഗ് പ്ലേസ്, ദെൻ എയർപോർട്ട് റീച്ചിങ് ടൈം, ഡിപ്പാർട്ട് ചെയ്യുന്ന പ്ലേസ് ഓർ സിറ്റി, ദെൻ എയർപോർട്ട് റീച്ചിങ് ഡേറ്റ്, അതേതാണെന്ന് നോക്കി ശരിക്ക് ഫില്ല് ചെയ്യുക. ദെൻ ചൂസ് എയർപോർട്ട്, നമ്മൾ ഇങ്ങോട്ട് എത്തുന്ന എയർപോർട്ട് ഏതാണ്. ഇതിൽ 5 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, ട്രിവാൻഡ്രം. ഇത് ഏതിലേക്കാണ് നമ്മൾ വരുന്നത് നോക്കി അത് സെലക്ട് ചെയ്യുക. ദെൻ ദ നെക്സ്റ്റ് ഓപ്ഷൻ ടൈം സ്ലോട്ട്. ഈ ടൈം സ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ പ്രസ് സേവ് ഓൾ. എല്ലാ ഡീറ്റെയിൽസും ശരിയാണെന്ന് കൃത്യമായി വെരിഫൈ ചെയ്തതിന് ശേഷം സേവ് ഓൾ എന്ന് പ്രസ് ചെയ്യാം. എല്ലാം ചെയ്തതിന് ശേഷം നമുക്കൊരു കൺഫർമേഷൻ കിട്ടും, നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. ദെൻ നമ്മുടെ മൊബൈലിലേക്ക് അതിനുള്ള ഒരു ലിങ്കും നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് നോക്കാനുള്ള ഒരു ലിങ്കും നമ്മുടെ മൊബൈലിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലൈറ്റ് വഴി കേരളത്തിലേക്ക് മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്. ഇത് കൃത്യമായി ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ ശരിക്ക് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റുവരാതെ നമ്മൾ ഇതിനു വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഒരു വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുമായ ഒരു വീഡിയോയുമായി എത്തുന്നതുവരെ ബൈ.